നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പേജിൽ ഒരു കോൺടാക്റ്റ് ഫോം സെറ്റപ്പ് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്ലഗിന് കോൺടാക്റ്റ് ഫോം 7 എന്ന് പറയുന്നൊരു പ്ലഗിനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലഗിൻസിന് വന്നതിന് ശേഷം ഇവിടെ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് ന്യൂ പ്ലഗിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കോൺടാക്റ്റ് ഫോം 7 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഫോം നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. 5 മില്യൺ പ്ലസ് ആക്റ്റീവ് ഇൻസ്റ്റാളാണ് അതിൽ വന്നേക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ഫോം 7 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം. സോ ഇതാണ് കോൺടാക്റ്റ് ഫോം 7ൻ്റെ ആ ഒരു ബട്ടൺ വന്നേക്കുന്നത്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺടാക്റ്റിൻ്റെ, അതായത് ഒരു ഫോം ഫില്ല് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ഫോം 7 സെറ്റപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എബൌട്ട് എന്ന് പറഞ്ഞ ഒരു പേജിലാണ് നമ്മൾ ഈ കോൺടാക്റ്റ് ഫോം 7 സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എബൌട്ട് പേജ് ഞാൻ എലമെൻ്ററിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങോട്ടൊരു സെഷൻ ആഡ് ചെയ്തു. കോൺടാക്റ്റ് ഫോമിന് വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. സോ ഇവിടെയായിരിക്കും ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഫോം സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത്. സോ ഇനി ഞാൻ വീണ്ടും അത് ഡാഷ്ബോർഡിലേക്ക് ചെല്ലുന്നു. ഞാൻ കോൺടാക്റ്റ് എന്ന് പറയുന്ന അതിൽ ചെല്ലുന്നു. സോ അതിനുശേഷം ഞാൻ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഓൾറെഡി കുറച്ച് ഫോം ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പുതിയതായിട്ടൊരു ഫോമാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ വന്നു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്കൊരു ഫോം ഇവിടെ സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരും. സോ ഇനി ഇതാണ് നമുക്ക് ഫോമിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ്. അതായത് ആരാണ് ഫോം ഫില്ല് ചെയ്യുന്നത്, അവരുടെ നെയിം, ഇമെയിൽ, സബ്ജക്റ്റ്, പിന്നെ മെസ്സേജ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ, പിന്നെ സബ്മിറ്റ് ബട്ടൺ. ഇങ്ങനെയാണ് ഇത്രയാണ് വരുന്നത്. സോ ഇത് ഡീഫോൾട്ട് നമ്മൾ ആഡ് ന്യൂ കൊടുക്കുമ്പോൾ തന്നെ വരുന്ന ഒരു കോൺടാക്റ്റ് ഫോമിനകത്തെ കണ്ടൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു യൂസർ ഫില്ല് ചെയ്യേണ്ടത്. സോ ഇത് നമുക്ക് വേണ്ട പോലെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. സോ ഞാൻ ആദ്യം ഈ ഒരു ഫോമിന് ഒരു പേര് കൊടുക്കുന്നു. ജസ്റ്റ് കോൺടാക്റ്റ് എസ് എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്തു. ആ നെയിം കൊടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ നെയിം ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ ടൈപ്പ് ചെയ്യാനുള്ളത്. യൂസർക്ക് ഇമെയിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, സബ്ജക്റ്റ് വെക്കാം. സോ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫോൺ നമ്പറും എനിക്ക് അവരുടെ എടുക്കണം, യൂസറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴത്തേക്ക് എൻ്റർ പ്രസ് ചെയ്ത് ഞാൻ അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ ലേബൽ സബ്ജക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന അത് ഞാനത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഞാൻ താഴേക്ക് അത് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ എനിക്ക് ലേബലിൽ അവിടെ വേണ്ടത് നമ്പറാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സബ്ജക്റ്റ് മാറ്റി ഞാനിവിടെ ഫോൺ നമ്പർ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫോൺ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ ഫോൺ നമ്പറാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഈ സബ്ജക്റ്റിൻ്റെ അത് കളഞ്ഞിട്ട് ഞാനിവിടുന്ന് നമ്പർ എന്നുള്ളത് ടെൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫോൺ നമ്പർ എന്ന് ജസ്റ്റ് ഫോൺ നമ്പർ എന്ത് ഞാൻ അവിടെ ഡീഫോൾട്ട് വാല്യൂവിനോട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ആ ഒരു കോളത്തിൽ ഫോൺ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഇനി അതിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. ആ ഒരു ഫീൽഡിൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ ജസ്റ്റ് ഫോൺ നമ്പർ എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ഈ ടെസ്റ്റ് ആ പ്ലേസ് ഹോൾഡറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബോക്സിൽ ഈ ഫോൺ നമ്പർ എന്നുള്ളത് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ ഇൻസേർട്ട് ടാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ടാഗ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് എനിക്ക് അതിൻ്റെ അത് കറക്റ്റ് സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഫോൺ നമ്പർ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതിന് ശേഷം ഞാൻ ഈ ഒരു ഡീറ്റെയിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ ഒരു കോഡ്, എനിക്ക് ഈ ഒരു ഫോമിൻ്റെ ഒരു കോഡ് കിട്ടും. ആ കോഡ് ഞാൻ ഇവിടുന്ന് ഈ ടോപ്പിൽ കാണുന്നതാണ് കോഡ്. ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എബൌട്ട് എന്ന് പറഞ്ഞ പേജിൽ ചെല്ലുന്നു. അവിടെ നിന്നും എനിക്ക് ഈ ഫോം സെറ്റപ്പ് ചെയ്യേണ്ടത് ഇവിടെയായിട്ടാണ്. സോ ഈ സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് എനിക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ ഞാൻ അവിടുന്ന് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഹാംബർഗർ ഐക്കണിൽ പോലത്തെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഷോർട്ട് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
ഷോർട്ട് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഞാനത് ഡ്രാഗ് ചെയ്ത് അത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കോപ്പി ചെയ്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആ ഒരു കോഡ് ഷോർട്ട് കോഡ് എനിക്ക് കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനത് കോപ്പി ചെയ്ത ആ ഷോർട്ട് കോഡ് ഞാൻ ഇങ്ങോട്ടേക്ക് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ആ പ്ലേസ് ഹോൾഡർ എനിക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇതിനൊന്നും ആ ഒരു പ്ലേസ് ഹോൾഡർ വന്നിട്ടില്ല, കാരണം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് പ്ലേസ് ഹോൾഡർ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. സോ അതിനുശേഷം ഞാനിത് അപ്ലൈ കൊടുക്കുന്നു. സോ ഇപ്പം നമ്മളൊരു ഫോം ഇവിടെ സബ്മിറ്റ് ചെയ്തു. സോ ഇതിൻ്റെ ഇനി ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് പ്രിവ്യൂ പേജിൻ്റെ ലൈവ് എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആ ഒരു ഫോം കാണുന്നത്. സോ അവർക്ക് ഇവിടുന്ന് നെയിം, മെയില്, സബ്ജക്റ്റ്, ഫോൺ നമ്പർ, മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് അവർക്ക് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അതായത് അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് വരണം. സോ അതിന് നമ്മളത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വീണ്ടും നമ്മൾ എഡിറ്റ് കോൺടാക്റ്റിൽ ചെല്ലുക. കോൺടാക്റ്റിൽ ഇത് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് ആണിത് കാണുന്നത്. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇമെയിലിൽ ക്ലിക്ക് ചെയ്യാം. മെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ആ മെയിലിൽ ക്ലിക്ക് ചെയ്യണം. മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സെറ്റപ്പ് മെയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിന്നുകൊണ്ട് ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ വേർഡ്പ്രസിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ജനറൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമെയിൽ അവിടെ ഒരു മെയിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. admin@learnwithbless.info, അതായത് ജിമെയിൽ വെബ് മെയിൽ പോലെ അഡ്മിന് ശേഷം നമ്മുടെ ഡൊമൈൻ്റെ പേര് വരുന്ന രീതിയിൽ ഒരു മെയിൽ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇത് കൊടുത്തതിന് ശേഷം ഇത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം വീണ്ടും കോൺടാക്റ്റ് ഫോമിൽ വരിക. സോ ഇനി ഇവിടെ നമുക്ക് കുറച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതായത് ഇനി സൈറ്റിൻ്റെ അഡ്മിന് ഇമെയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ വേണ്ട ഇമെയിൽ എന്ന് പറയുന്നത് അതായത് എങ്ങോട്ടാണ് നമുക്ക് ഈ മെയിലിൻ്റെ ഡീറ്റെയിൽസ് പോകേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സോ നമുക്ക് പോകേണ്ടത് ഏത് മെയിലോട്ടാണ് ആ മെയിലിൻ്റെ മെയിൽ ഐ ഡി ഇവിടെ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കാമെന്നാണ്. സോ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാനത് 2ൻ്റെ അവിടെ ഞാൻ മെയിൽ കൊടുത്തു. ഇനി ഫ്രം എന്നുള്ളതിൻ്റെ അവിടെ ഞാൻ admin@learnwithbless.info എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നിന്നാണ് എനിക്ക് വേണ്ടത്. ഇനി സൈറ്റിൻ്റെ ടൈറ്റിലിൽ ഞാൻ ജസ്റ്റ് ഒരു പേര് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ learn with DB എന്ന് പറഞ്ഞ ജസ്റ്റ് പേര് കൊടുക്കുന്നു. ഇനി സൈറ്റ് ടൈറ്റിലും സബ്ജക്റ്റും നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാം. ഇനി സബ്ജക്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അതായത് ഞാൻ സൈറ്റിൻ്റെ ടൈറ്റിൽ കൊടുത്തു. ഇനി സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് നമുക്കിവിടെ യുവർ സബ്ജക്റ്റ് എന്നുള്ളതിനോട് നമുക്ക് ആ ഒരു അതുപോലെ നിന്നിട്ട് ഞാൻ അവരുടെ സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് അതായത് അവർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ്ജക്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് നമ്മുടെ മെയിലിൽ കാണിച്ചു തരും. സോ അത് അതുപോലെ തന്നെ വെക്കുക. ഇനി തൊട്ട് താഴേക്ക് വരിക. തൊട്ട് താഴേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് റിപ്ലൈ കൊടുക്കേണ്ട മെയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത യുവർ ഇമെയിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് അതായത് അവർ സബ്മിറ്റ് ചെയ്യുന്ന മെയിൽ ഏതാണോ ആ മെയിലായിരിക്കും റിപ്ലൈ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നത്. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രം സബ്ജക്റ്റ് മെസ്സേജ് ഇത്ര ബോഡി ആയിരിക്കും, അതായത് കണ്ടൻസ് അവർ ഫില്ല് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തായിരുന്നു, ഫോൺ നമ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫോൺ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടുന്ന് ആ ഫോൺ നമ്പറിൻ്റെ കോഡ് വേരിയബിൾ നമുക്ക് മെയിലിൽ കാണിച്ചു തരും. അതിങ്ങനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഫോൺ നമ്പർ മെസ്സേജ് വരുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ഒരു ഫോൺ നമ്പറും കൂടെ നമുക്ക് ഇവിടെ നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു റാൻഡം ഒരു മെയിലിൽ നിന്ന് നമുക്കൊരു മെയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആ ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ഞാനിത് ഇവിടുന്ന് അതിൻ്റെ ഇതൊന്ന് കോപ്പി ചെയ്യുന്നു. ഞാൻ അതിന് മുമ്പേ എലമെൻറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത എല്ലാ സെറ്റപ്പുകളും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ അത് നമുക്ക് ലൈവിലേക്ക് വരുന്നുള്ളൂ. സോ ഞാനത് ഇനി ഒന്ന് എൻ്റെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു റാൻഡം ഒരു മെയിലിൽ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ എൻ്റെ നെയിം കൊടുക്കുന്നു. മെയിൽ ഞാനിവിടുന്ന് മെയിൽ ഐ ഡി ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. സബ്ജക്റ്റ് ഞാൻ ജസ്റ്റ് ഹായ് എന്ന് കൊടുക്കുന്നു. ഒരു മെസ്സേജ് ജസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിത് സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ താങ്ക് യു ഫോർ യുവർ മെസ്സേജ് ഇറ്റ് ഹാസ് ബീൻ സെൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജ് സബ്മിറ്റായി, അത് സെൻഡായി എന്നാണ് കാണിക്കുന്നത്. സോ ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നമ്മൾ മെയിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എങ്ങോട്ടാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് ആ മെയിൽ പോയേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു മെയിലോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അഡ്മിൻ്റെ മെയിലാണ്. സോ അതിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ജിമെയിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് അവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇവിടെ നോക്കി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഇൻബോക്സിൽ ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് നമ്മൾ എങ്ങനെയാണ് ബോഡി സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് അതുപോലെ ഫ്രം സബ്ജക്റ്റ്, ഫോൺ നമ്പർ, മെസ്സേജ്, ഇതെല്ലാ ഡീറ്റെയിൽസും ആ ഒരു മെസ്സേജ് ബോഡി ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു മെയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുന്ന മെയിലിന് ഇനി ആരാണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ മെയിലിലേക്ക് നമുക്കൊരു റിപ്ലൈ കൊടുക്കാനും പറ്റും ഇതിൽ ത്രൂ. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും നമ്മൾ ഈ ഒരു ഓപ്ഷന് വരിക. ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് ഇവിടെ നമുക്ക് യൂസ് ഇമെയിൽ എന്ന് പറഞ്ഞ് തൊട്ട് താഴെയായിട്ട് നമുക്ക് റെസ്പോൺസ് ഓട്ടോ റെസ്പോണ്ടർ നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് യുവർ മെയിൽ അങ്ങനെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈറ്റ് ടൈറ്റിൽ ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത് അവരിലേക്ക് നമുക്ക് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. സോ സബ്മിറ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽ നമ്മളുടെ ആ ഒരു രീതിയിൽ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ പോകേണ്ടത് നമുക്ക് ആർക്കാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അവർക്കാണ് നമുക്ക് വേണം. സോ യുവർ ഇമെയിൽ എന്നുള്ളതാണ് നമ്മളിവിടെ ഫോമിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് നമ്മളിത് തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. സോ അത് കൊടുക്കുക. തൊട്ട് താഴേക്ക് വരിക. തൊട്ട് താഴേക്ക് വന്നിട്ട് നമ്മൾക്കിവിടെ സൈറ്റ് ടൈറ്റിൽ അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ലേൺ വിത്ത്, അതായത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് മെയിൽ പോകേണ്ടത് അതിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇന്ന് എനിക്ക് പോകേണ്ട ഇമെയിൽ ഇതിൽ നിന്നാണ്. ഈ ഒരു
എൻ്റെ സൈറ്റ് വെബ് മെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഇമെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി സൈറ്റ് ടൈറ്റിൽ ഞാൻ ജസ്റ്റ് അത് ഇവിടുന്ന് മാറ്റി കൊടുക്കുന്നു. പിന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഞാൻ കൊടുത്തു. ഇനി റിപ്ലൈ ആർക്കാണ് റിപ്ലൈ പോകേണ്ടത്, സോ ആ ഒരു മെയിൽ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാം. അതായത് യുവർ ഇമെയിൽ എന്നുള്ളതാണ്. ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് സൈറ്റ് അഡ്മിൻ ഇമെയിൽ എന്നുള്ളത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് അത് സേവ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇത് ഞാനിവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഒന്നുകൂടെ അത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് വരുന്നുണ്ടല്ലോ നമുക്ക് നോക്കാൻ പറ്റും. സോ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും എൻ്റെ ഫോം ഞാൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. കംപ്ലീറ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അത് സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ എനിക്കത് സബ്മിറ്റായി. സോ അതെൻ്റെ മെയിൽ വന്നിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ മെയിലിൽ പോകുന്നു. മെയിലിൽ പോയിട്ട് ഞാനത് ഓക്കെ, എൻ്റെ മെയിലിൽ അത് വന്നിട്ടുണ്ട്. ഇനി അത് അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിലിൽ നിന്നാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ മെയിലിലേക്ക് അവർക്ക് റിപ്ലൈ പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ മെയിൽ വരിക, അതിന് ജിമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ആരാണ് സബ്മിറ്റ് ചെയ്തത് അവരിലേക്ക് അത് വീണ്ടും ആ ഒരു റിപ്ലൈ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. സോ ഇവിടെ നമുക്ക് മെസ്സേജ് ബോഡിയൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് ഒരു താങ്ക് യു പറയുന്ന രീതിയിലൊക്കെ വേണം നമുക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് റിപ്ലൈ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു കോൺടാക്റ്റ് ഫോം 7 നമ്മളൊരു പേജിൽ ആഡ് ചെയ്യുന്നതും അതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.